എല്ലാവർക്കും അടുക്കള രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തൈര് ഇഡലിയാണ്. അതിനായി ഇഡലി എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ഇഡലിയാണ്. വലിയ ഇഡലിയാണെങ്കിൽ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കുക. പിന്നെ 1 കപ്പ് പുളിയില്ലാത്ത തൈര്, അരമുറി തേങ്ങ ചിരകിയത്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, പച്ചമുളക്, ചുവന്നുള്ളി, കായപ്പൊടി. ആദ്യം ഈ തേങ്ങയും പച്ചമുളക്, ചുവന്നുള്ളി, ഇഞ്ചി പിന്നെ ഒരു സ്വല്പം കായപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കണം. ആദ്യം ഈ തൈര് പാത്രത്തിലേക്ക് ഒഴിക്കുക. ഇതൊന്ന് ഉടച്ചു കൊടുക്കുക. ഇതിലേക്ക് അരച്ച തേങ്ങ കൂട്ടൊഴിച്ചു കൊടുക്കാം. ഞാൻ തേങ്ങ അരച്ചപ്പോൾ ഉപ്പ് ചേർത്താണ് അരച്ചത്. ഇനി ഉപ്പ് നോക്കിയ ശേഷം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഇഡ്ഡലി ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ പാകത്തിനുണ്ട്. നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് മാത്രം കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇനി ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കണം. ഇനി അത് ചെയ്യാം. കടുക് താളിക്കാൻ ആവശ്യമായ സാധനങ്ങൾ: കടുക്, കറിവേപ്പില, വറ്റൽമുളക്, ചെറിയ ഉള്ളി. കടുക് താളിച്ചത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. തൈര് ഇഡലി ഉണ്ടാക്കുമ്പോൾ കഴിക്കുന്നതിന് 10-15 മിനിറ്റ് മുൻപ് മാത്രം തൈരിൽ മിക്സ് ചെയ്ത് വെക്കുക. ഒരുപാട് നേരത്തെ ചെയ്താൽ ഇഡലി തൈരിൽ ഒരുപാട് കുതിർന്നു പോകും. ഇപ്പോൾ നമ്മുടെ തൈര് ഇഡലി റെഡി ആയിട്ടുണ്ട്. ഫ്ലോട്ടിംഗ് ഇഡലി എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിളിക്കാം. കുട്ടികളോടൊക്കെ ഫ്ലോട്ടിംഗ് ഇഡലി എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ആ പേര് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന കൗതുകം കൊണ്ട് അവരിത് കഴിക്കാൻ താല്പര്യം കാണിക്കും. ഇതുപോലെ ചെറിയ ചെറിയ പൊടിക്കൈകളിലൂടെ നമുക്ക് കുട്ടികളെ ഭക്ഷണപ്രിയരാക്കാൻ സാധിക്കും. എല്ലാവരും ഈ തൈര് ഇഡലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കാതിരിക്കുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണുന്നത് വരെയും എല്ലാവർക്കും നന്ദി.